നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടമുട്ടം പാലപ്പെട്ടി സോമിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നിറവ് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. മതിലകം പുന്നക്ക ബസാർ ഉണർവ് സർഗവേദിയുടെയും കാതിക്കോട് ജവഹർ മെമ്മോറിയൽ ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന സംഗമം നടത്തി. വാർത്തകൾ വിശദമായി. എടമുട്ടം പാലപ്പെട്ടി സോമിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ സമരം ഉദ്ഘാടനം ചെയ്തു. കൈക്കുഞ്ഞുങ്ങളുമായി ഇവിടുത്തെ അമ്മമാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്നവർ അടക്കം ഈ സമരത്തിന് വന്നു എന്ന് പറയുമ്പോൾ ഈ സമരത്തിന്റെ മുഖച്ഛായ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇനി സ്വസ്ഥമായി ആ കസേരയിലിരുന്ന് ഭരിക്കാമെന്ന് വ്യാമോഹമുണ്ടെങ്കിൽ ഇവരെ എല്ലാവരുടെയും മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് 4 വർഷക്കാലം സുഗമമായി ഭരിച്ചെങ്കിൽ ഇനിയുള്ള ഒരു വർഷക്കാലം ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ സുഗമമായിട്ട് ഒന്ന് ഉറങ്ങുവാൻ പോലും പഞ്ചായത്ത് പ്രസിഡന്റിനെ അനുവദിക്കില്ല എന്ന് വളരെ ഉന്മേഷത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വലപ്പാട് പഞ്ചായത്ത് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുമേഷ് പാണാട്ടിൽ അധ്യക്ഷനായിരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് 15 വർഷമായി. സർക്കാർ വെയർഹൌസിലേക്കും സപ്ലൈകോ ഡിപ്പോയിലേക്കുമായി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. മണ്ഡലം വൈസ് പ്രസിഡന്റ് MM ഇസ്മായിൽ, വാണ്ടങ്കം ഉഷാബാബു, അഭിലാഷ് തേവർക്കാട്ടിൽ, ഷൺമുഖൻ വേളേക്കാട്ട്, ബാബു പാണപ്പറമ്പിൽ, മുകേഷ് ഊണുങ്ങൽ, വിനീത് പൊയ്യാറ, ഗോപാലകൃഷ്ണൻ തോട്ടാരത്ത്, ബൈജു കിളിയന്തറ, സിദ്ദിഖ് കൊടുങ്ങോക്കാരൻ, അജ്മൽ ഷെരീഫ്, സച്ചിൻ R വർമ്മ എന്നിവർ ശയനപ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നിറവ് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കൃഷി, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പ്, മത്സ്യവികസനം, ജലസേചന വകുപ്പ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള കാർഷിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് പ്രാഥമികമായിട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അത് ഈ മാസം 31 മുമ്പായിട്ട് നമുക്ക് ഈ പദ്ധതി സമർപ്പിച്ച് അത് RKVOയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് ലഭ്യമാക്കാനും ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഏകോപിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ മണ്ഡലത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിലും ഓരോരോ പഞ്ചായത്തുകൾക്കും അവർക്ക് അനുയോജ്യമായ നിലയിലുള്ള കാർഷിക വികസന പരിപാടികളാണ് നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മുടെ മണ്ഡലത്തിൽ കാർഷിക മേഖല എന്ന് പറയുന്നത് പല രീതിയിലും സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോൾ ഭൂകൃഷിയുടെ കാര്യത്തിലാണെങ്കിലും ഡയറി ഡെവലപ്മെന്റ് കാര്യത്തിലാണെങ്കിലും ഒക്കെ സംസ്ഥാന തലത്തിൽ തന്നെ അവാർഡുകൾ കരസ്ഥമാക്കിയ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ അതുപോലെ തന്നെ തെങ്ങ് കൃഷി അതുമായി അനുബന്ധമായ വ്യവസായങ്ങൾ ആരംഭിക്കുന്ന കാര്യത്തിലും അതുപോലെ ഇപ്പോൾ ഏറ്റവും പുതിയതായി നീര ഉൽപാദന രംഗത്താണെങ്കിലും പല സംരംഭങ്ങളും നമ്മുടെ മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേസമയത്ത് നെല്ലുൽപാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വളരെ പുറകിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ EV രമേശൻ, MV ഇന്ദിര, വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, ബൃന്ദ പ്രേംദാസ്, AV സതീഷ് എന്നിവർ സംസാരിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അനിത ശിവരാമൻ, മൃഗസംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ NR ഹർഷകുമാർ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. മതിലകം പുന്നക്ക ബസാർ ഉണർവ് സർഗവേദിയുടെയും കാതിക്കോട് ജവഹർ മെമ്മോറിയൽ ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന സംഗമം നടത്തി.
കാതിക്കോട് നഫീസ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കവിയും സിനിമാ ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഓർമ്മയുള്ള ആളുകളാണെന്ന് നമ്മൾ തെളിയിക്കുക. പ്രായമായ ആളുകൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എക്കാലത്തേക്കാൾ കൂടുതലാണ്. കാരണം നമ്മളുടെ ഗുരുവായൂരിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ മിക്കവും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ആനയാണ് നമ്മൾ തള്ളി ഇരുന്നത്, ഇന്ന് അമ്മയെയാണ് എന്നുള്ളൊരു വലിയ വ്യത്യാസം വന്നിരിക്കുകയാണ്. അമ്മമാരെ അച്ഛനെയൊക്കെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന ആളുകൾ അവിടെ ഉപേക്ഷിച്ച് പോയ വാർത്തകൾ വളരെയധികം നമുക്ക് ആവർത്തന വിരസത ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കറിയുന്നില്ല. ഒരു കാരണം ഒരു പക്ഷേ പഴയ കുടുംബ വ്യവസ്ഥയിൽ നിന്നും വലിയ മാറ്റങ്ങൾ വന്നു, അത് കുടുംബങ്ങളിലേക്ക് പോയി. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് എന്താണ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അച്ഛനെയും അമ്മേനെയും ഓർമ്മ വരിക. അപ്പോൾ അവരങ്ങ് ഏത് നിലയിലും വെറുതെ അങ്ങ് ഒഴിവാക്കുകയല്ല പലരും ചെയ്യുന്നത്. അവരെ സ്വത്തൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് പലരും ഒഴിവാക്കുന്നത്. കേൾക്കുമ്പോഴാണ് നമുക്ക് വലിയ വ്യസനം തോന്നുന്നത്. ES സിയാദ്, ആദിത്യൻ കാതിക്കോട്, സുനിൽ P മതിലകം, PT സജീവൻ മാസ്റ്റർ, ബൽക്കീസ് ഭാനു എന്നിവർ സംസാരിച്ചു. ദേശീയപാത 17 എടമുട്ടം പാലപ്പെട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ അപകട മുന്നറിയിപ്പ് ലൈറ്റ് ഇടിച്ചു തകർത്തു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ആലുവ പാനായിക്കുളം സ്വദേശി കൊല്ലങ്ങപ്പറമ്പിൽ നാരായണൻ, മകൾ മീമ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിക്കായിരുന്നു അപകടം. അപകടങ്ങൾ പതിവായ പാലപ്പെട്ടി കിഴക്കേ വളവിൽ തൃപ്രയാർ ആക്ട്സിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച മുന്നറിയിപ്പ് ലൈറ്റാണ് തകർന്നത്. ഇനിയൊരു ഇടവേള.